ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഡെയിലി ഡയറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ നിൽക്കുന്നത് വേറൊന്നുമല്ല. എനിക്ക് 2-3 ഞാൻ ഓൺലൈനിൽ പാർസൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കൊറിയർ. ഞാൻ ഒരു ഹെയർ ഓയിൽ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു മൈഗ്രെയിന് ഞാനൊരു വെറൈറ്റി ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ, അതും പിന്നെ ഒരു കുട്ടി ഷെൽഫ് മീൻസ് എൻ്റെ മോനെ ഞാൻ ഡെലിവറി ടൈമിൽ ഞാനൊരു ഷെൽഫ് വാങ്ങിയത് ഒരു 3-4 കൊല്ലമായി. അതിൻ്റെ സിബൊക്കെ പൊട്ടി ആകെ വല്ലാണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, ഒരു ഷെൽഫ് അങ്ങനെ ഓർഡർ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഷെൽഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും വന്നിട്ടുണ്ട്. അപ്പം 3ഉം ഒന്നിച്ച് 2 ദിവസമായിട്ട് വന്നതുകൊണ്ട് 2-3 ദിവസമായി വന്നിട്ട് ഒരു ടൈം കിട്ടിയില്ല. അപ്പം ഞാനത് ഒരു അൺബോക്സിങ് വീഡിയോ പോലെ ചെയ്യാണ്. ഓക്കെ, നമുക്ക് എന്നാൽ ആദ്യം തന്നെ വലുത് വേണം. നമുക്ക് വലുത് ലാസ്റ്റ് നോക്കാം. ഒന്ന് ഇതാ, പിന്നെ 2 മാമാർത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ്, മാമാർത്തിൻ്റെ ആണ് ഹെയർ ഓയിൽ ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഷെൽഫ് ആണ്. ഇത് ജസ്റ്റ് എൻ്റെ മോനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല, എന്ന സാധനം ഒന്നും നോക്കിയിട്ടില്ല. മോനത് ഓപ്പൺ ചെയ്തപ്പോൾ ഞാനത് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ നമുക്കിത് 3ഉം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിൽ തന്നെ നമുക്ക് മൈഗ്രെയിൻ്റെ ഞാനൊരു സാധനം ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് വാങ്ങിയത്, അതൊരു ഡോക്ടറിൻ്റെ ഒരു സാധനം കേട്ടോ, മെഡിക്കൽ. അത് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊന്നത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് തുറന്ന് നോക്കിയിട്ടില്ല, ഇതാകുന്ന അതുപോലെ തന്നെ ഉണ്ട്. അക്വാന ഹെഡേക്ക് റിലീഫ് ഓയിൽ റോൾ ഓൺ ആണ്. എൻറിച്ച്ഡ് വിത്ത് കനാബീസ് സാറ്റിവ ലീഫ് ഓയിൽ, ഹെൽപ്സ് അലവിയേറ്റ് പെയിൻ ആൻഡ് കോൺജഷൻ. 10 ml ഒരിതാണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് കനാബീസ് സാറ്റിവ സീഡ് ഓയിൽ 48.8%, കിന്നാമോമം കാംപോറ ഓയിൽ 12%, ഗാൽഥെരിയ പ്രൊക്കുംബൻസ് ലീഫ് ഓയിൽ. ഇതൊക്കെ എന്താണെന്ന് അറിയില്ല, കുറെ എന്തൊക്കെയോ ലീവ്സിന്റെ ആണ്. ഇതിന്റെ ഇംഗ്ലീഷ് ഞാൻ അങ്ങനെ തന്നെ വായിക്കുമായിരുന്നു. ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത പേരാണ്. കന്നാബീസ് സാറ്റിവ ലീഫ് ഓയിൽ 5%, മെന്ത പിപ്പേരിറ്റ ലീഫ് ഓയിൽ 5%, മെന്ത വിർഡിസ് ലീഫ് ഓയിൽ 5%, മെന്ത പിപ്പേറ്റിയ 5%. അപ്പോ ഇത് ആയുർവേദിക് ആണ്. ഞാനൊക്കെ മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ടായി. ഞാൻ എന്താ പറയേണ്ടത്, ടൈഗർ ബാമും എന്താ പറയുക, ഒന്നും എനിക്ക് നെറ്റിയിൽ പുരട്ടിയാലും പിന്നെ ഒന്നും വലിയൊരു ഗുണമൊന്നും ഉണ്ടാവില്ല. ആ ഒരു ടൈമിലേക്ക് പോലും റിലീഫ് കിട്ടാത്ത അവസ്ഥയുണ്ട്. എനിക്ക് അത്യാവശ്യം ഞാൻ ഡോളോനെ അല്ലെങ്കിൽ പെനഡോൾ എന്തെങ്കിലും കഴിക്കേണ്ട അവസ്ഥ വരലുണ്ട്. ഡോക്ടറെ കാണിക്കലാണ് അധികം ഉണ്ടാവില്ല. ഞാൻ ഡോക്ടറെ കാണിക്കലാണ്. ഇപ്പൊ കുറച്ച് നാളായി എന്തോ അറിയില്ല, കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് ഞാൻ ഡെയിലി യൂസിനല്ല കേട്ടോ വാങ്ങിയത്. പെട്ടെന്ന് നമുക്കൊരു മൈഗ്രെയിൻ യാത്ര ചെയ്യുമ്പോൾ മൈഗ്രെയിൻ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അത് നെറ്റിൽ പുരട്ടി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഇത് അറിയാൻ വേണ്ടി മാത്രം ജസ്റ്റ് വാങ്ങിയതാണ്. അപ്പൊ ഇത് ഞാൻ ഇതൊരു യൂസ് ചെയ്തിട്ടില്ല, നോക്കിയിട്ട് എങ്ങനെയുണ്ട്. അതിനിടയിൽ വന്ന 1 month ഞാൻ നോക്കിയിട്ട് ഞാൻ എന്തായാലും 1 monthന് ശേഷം ഇതിന്റെ റിവ്യൂ മസ്റ്റായിട്ടും ചെയ്തതാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ എന്തായാലും നിങ്ങളോട് ഇത് വാങ്ങണോ ഒന്നും പറയില്ല, കാരണം ഞാനിത് നോക്കിയിട്ട് ഗുണമുണ്ടെങ്കിൽ ഞാനത് എന്താന്ന് വെച്ചാൽ ഞാൻ റിവ്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, തിങ്ക് പോസിറ്റീവ്ലി ആൻഡ് ഐ ബിഗിൻ ഈച്ച് ഡേ വിത്ത് ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. ഐ എം ഹെൽത്തി ആൻഡ് ഹാപ്പി. അക്വാന അങ്ങനെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെന്നാണ് നമുക്ക് നോക്കാം. ഹെർബാക്യൂട്ടിക്കൽസ് ആണ് കേട്ടോ, പ്ലാന്റ് ബേസ്ഡ് ഹെർബാക്യൂട്ടിക്കൽസ് ആണ്. മസ്റ്റായിട്ട് ഇത് ആയുർവേദിക് സാധനം ആയതുകൊണ്ടാണ്. ഞാൻ ഇപ്പോഴത്തെ ആയുർവേദം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്നാലും എന്തായാലും നമ്മൾ ബാം കാര്യങ്ങളൊക്കെ എന്തായാലും യൂസ് ചെയ്യുന്ന ഒരാളാണല്ലോ പെയിൻ വന്നാൽ. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഞാൻ മെഡിസിൻ അധികം കഴിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് വാങ്ങിയത്. ഒരുപാട് നല്ല റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അക്വാനന്റെ നല്ല ക്യൂട്ട്, എന്താ പറയാ, കുട്ടി സാധനം, ഒരു തൈലം പോലെയുള്ള സാധനമാണ്. റോൾ ഓൺ സാധനം കേട്ടോ, റോൾ ഓൺ പോലത്തെ ആണ്. ഇത് നോക്കാം. ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നില്ല, കാരണം എനിക്കിപ്പോൾ തലവേദന ഇല്ലല്ലോ. ഉണ്ടാവുമ്പോൾ ഞാൻ എന്തായാലും അപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്തായാലും എന്താണെന്ന് വെച്ചാൽ
സത്യസന്ധമായ റിവ്യൂ തന്നെ ചെയ്യും കേട്ടോ. ഇന്ന് ഗുണമില്ലെങ്കിൽ ഗുണമില്ല എന്ന് തന്നെ പറയുവേ. അതുകൊണ്ട് ഇപ്പം എന്തായാലും ചെയ്യുന്നില്ല. എന്നാലും ഞാൻ ഇങ്ങനെയാണ് സാധനം. ഇതിൽ തന്നെ ഹെഡേക്ക് റിലീഫ് ഓയിൽ വിത്ത് കന്നാബീസ് എക്സ്ട്രാക്ട് എന്നാണ് ഇതിലുള്ളത്. ഇതിന് പ്രൈസ് വന്നിട്ട് 350 രൂപയാണ്. എനിക്ക് 350 രൂപക്കാണ് കിട്ടിയത്. 350 രൂപ പറയുമ്പോൾ സാധനം നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. എല്ലാവരും അത്യാവശ്യം നല്ല മുക്കിലേക്ക് കയറുന്ന സ്മെൽ തന്നെയാണ്. ഇത് അത്രയൊന്നും അപ്ലൈ ഉണ്ട് കേട്ടോ. ഇതിൽ അവർ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് റോൾ ഓൺ ചെയ്ത് മതി. ഡെയിലി ഒരു നല്ല തലവേദനയുള്ള ഒരാൾക്ക് നമുക്ക് ദിവസം ഒരു 4 തവണയൊക്കെ നമുക്ക് ഇത് നല്ല തലവേദനയാണ്. നല്ല തലവേദനയാണെങ്കിൽ ഒരു ദിവസം 4 തവണയൊക്കെ ഇത് യൂസ് ചെയ്യാന്നാ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് അത്രയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, 1-2 നേരം തടവിയാൽ മതി. അതായത് നല്ല മൈഗ്രെയിൻ, നല്ല ഹെഡേക്ക്, നമുക്ക് അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത ഹെഡേക്ക് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട സാധനമാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതപ്പോൾ എന്തായാലും ഞാൻ മസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മാമേർത്തിന്റെ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. ഇതും ഞാൻ ജസ്റ്റ് ഇപ്പൊ തന്നെ ഇവിടുന്ന് കത്രിക എടുത്ത് പൊട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പൊ തന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. മാമ എർത്ത് റോസ്മെരി ഹെയർ ഗ്രോത്ത് ഓയിൽ വിത്ത് റോസ്മെരി ആൻഡ് മെത്തി ഡാന കോംബോ അപ്ലിക്കേറ്റർ. ഇത് 150 ml ആണ്. ഇതിനേക്കാൾ ചെറിയതുണ്ട്, 100 ml 50 ml ഒക്കെ ഉണ്ട് തോന്നുന്നു. അത് ഞാൻ വാങ്ങിയില്ല, കാരണം എനിക്കിത് കോംബോ അപ്ലിക്കേറ്റർ ഉള്ളത് ഇതിന് മാത്രമാണ് കേട്ടോ. ഈ 150 ml പ്രൈസ് വന്നിട്ട് 419 രൂപ ഇതിൽ പറയുന്നത്. പക്ഷെ എനിക്ക് ഓൺലൈനിൽ 349 എങ്ങാനോ ആണ് കിട്ടിയത് തോന്നുന്നു. ഓഫറിന് കിട്ടിയതാണ് 300ക്ക്. പിന്നെ ഇതിന്റെ കൂടെ എനിക്ക് അത് മാമാരത്തിന്റെ സൈറ്റിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല. മാമാരത്തിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൽ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങാന്ന് വിചാരിച്ചു. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഇതിന്റെ ഒക്കെ പ്രൊഡക്റ്റ് സെയിം ഇതിൽ നിന്ന് ആപ്പിന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ മറ്റേ ഇതിന്റെ എന്താ വെച്ചാല് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഫ്ലിപ്കാർട്ട് വഴിയാലും കിട്ടും എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഫ്ലിപ്കാർട്ട് അത്ര മോശം തോന്നില്ല. ആമസോണും വേറെ സൈറ്റിൽ നിന്നൊന്നും അധികം വാങ്ങാതിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ബെറ്റർ. മാമാരത്തിൽ തന്നെ സൈറ്റിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് പിന്നെ അത് അതിൽ തന്നെ വാങ്ങുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. ഞാനതുകൊണ്ട് മാമാരത്തിന്റെ സൈറ്റിൽ തന്നെയാണ് വാങ്ങിയത്. ഓക്കെ, ഇതില് റോസ്മെരി ആണ്, മെയ്ഡ് സേഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, ഫോർ ഓൾ ഹെയർ ടൈപ്സ് ആണ്. ഞാനിത് എനിക്കും ചെറിയതായിട്ട് ഹെയറിന് പ്രോബ്ലം ഉണ്ട്. ഹെയർ പ്രോബ്ലം എന്നല്ല, ഹെയർ ഫോൾ ഉണ്ട് കുറച്ചാളായി. ഞാനപ്പോൾ ഇതുവരെ ഞാനൊന്നും എണ്ണ ഒന്നും യൂസ് ചെയ്യലില്ല. ഞാൻ ആകെ ഒരു ഒനിയന്റെ ഹെയർ ഓയിൽ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഒരു യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ മാറ്റം തോന്നിയില്ല. അപ്പോഴാണ് ഞാൻ ഈ റോസ്മെരിന്റെ ഹെയർ ഗ്രോത്ത് ഓയിൽ വാങ്ങിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചത്. ഇതാണ് ഇതിന്റെ അപ്ലിക്കേറ്റർ ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഹെലിനാത്തസ് ആൻഡ് സൺഫ്ലവർ ഉണ്ട്, സൺഫ്ലവർ സീഡ് ഓയിൽ ഉണ്ട്, കോക്കനട്ട് ഓയിൽ ഉണ്ട്, റോസ്മെരി ഉണ്ട്, ബൃംഗരാജ ഉണ്ട്, പിന്നെ ബ്രഹ്മി ഉണ്ട്, അമലി ഉണ്ട്, പിന്നെ കാസ്റ്റർ ഓയിൽ ഉണ്ട്, പിന്നെ മെത്തി ഉണ്ട്, കറി ലീവ്സ് ഉണ്ട്, നീം ഉണ്ട്, പിന്നെ അലോവേര ഉണ്ട്, വൈറ്റമിൻ ഗ്രേപ്പിന്റെ ഉണ്ട്, വൈറ്റമിനിന്റെ കിട്ടാൻ വേണ്ടി സീഡ് ഓയിൽ. ഓക്കെ, ഇപ്പൊ ഇത്രയും കണ്ടന്റ് അടങ്ങിയതാണ്. എല്ലാം നല്ലതാണ് നമുക്ക് അറിയാം. റോസ്മെരി സ്റ്റിമുലേറ്റ്സ് ഹെയർ ഗ്രോത്ത്, മെത്തി ദാന ഹെൽപ്സ് കൺട്രോൾ ഹെയർ ഫോൾ, സ്ട്രെങ്തൻ ഹെയർസ്. ഓക്കെ, ഡയറക്ഷൻ ഫോർ യൂസ് നോക്കാം. പാർട്ട് യുവർ ഹെയർ ഇൻ 2 hours and apply the oil directly to the scalp using the comb applicator. The built-in applicator ensures that the oil reaches the roots directly. Leave it overnight or for a few hours. നമുക്ക് നൈറ്റ് യൂസ് ചെയ്താലും ഇത് കുഴപ്പമില്ല എന്ന് പറയുന്നത്. ചില എണ്ണയിലും നമ്മുടെ കോക്കനട്ട് ഓയിലൊക്കെ ചിലവർക്ക് അത് കുറച്ച് ഒരു മണിക്കൂർ അരമണിക്കൂറിനധികം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ ഉള്ളവരുണ്ട്. എനിക്കൊന്നും അധികം ഓയിൽ യൂസ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ വെയിലത്ത് ഇറങ്ങിയാലും തലവേദനിക്കുന്ന പ്രോബ്ലം ഉണ്ട്. കുറെ പേർക്കുണ്ട്, എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ ഓവർനൈറ്റ് ഒക്കെ ഞാൻ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നും വെച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വെക്കുന്നവരുണ്ടാവും. ഇതിൽ ഓവർനൈറ്റ് യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. ഓവർനൈറ്റ് വെച്ചിട്ട് നമുക്ക് രാവിലെ ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്ത് വാഷ് ചെയ്യാം. ഇതിന്റെ തന്നെ മാമാരത്തിന്റെ റോസ്മെരിന്റെ ഷാമ്പൂ കണ്ടീഷണർ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാനത് വാങ്ങിയിട്ടില്ല. എന്റെ ഓൾറെഡി നല്ല ഷാമ്പൂ കണ്ടീഷണർ ഉണ്ട്. ഇതിന്റെ തന്നെ ഇടുമ്പോൾ ഇതിന്റെ തന്നെ യൂസ് ചെയ്യുന്നതാണ് തോന്നുന്നു ബെറ്റർ. അത് നോക്കിയിട്ട് ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങാൻ വിചാരിക്കുന്നുണ്ട്. ഇതെങ്ങനെയായാലും ഹെയർ ഓയിൽ മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് ഞാൻ പറയാം, ഇതിന്റെ റിവ്യൂ. ഓക്കെ,
പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ലീവ് ഇറ്റ് ഓവർനൈറ്റ് ഓർ ഫോർ എ ഫ്യൂ അവേഴ്സ്. വാഷ് ഓഫ് വിത്ത് മാമാഎർത്ത് റോസ്മെറി ആന്റി ഹെയർ ഫോൾ ഷാംപൂ. അത് യൂസ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഫോർ ബെറ്റർ റിസൾട്ട് സപ്ലൈ 3 times in a week. അതായത് നമ്മൾ ആഴ്ചയിൽ 3 ദിവസം നമുക്ക് ഇത് ഹെയർ ഓയിൽ യൂസ് ചെയ്യാം. അത് ഡെയിലി യൂസ് ചെയ്യണമെന്ന് ഇല്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ മാമാഎർത്ത് സൈറ്റിൽ തന്നെ നോക്കിയിട്ട് വാങ്ങാൻ നോക്കാം. ഓക്കെ, ഇത് അതായത് കോംബോ അപ്ലിക്കേറ്റർ കിട്ടണമെങ്കിൽ 150 ml തന്നെ വാങ്ങാം. അതല്ലെങ്കിൽ നമുക്ക് ചെറുത് കിട്ടും, ചെറിയ ബോട്ടിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതല്ല, അത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത, എനിക്ക് ഇതിന്റെ കൂടെ ഒരു ബീട്രൂട്ട്, മാമാഎർത്തിന്റെ ബീട്രൂട്ട് ജെന്റിൽ ഫേസ് വാഷ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇത് കിട്ടുമ്പോൾ തന്നെ ഞാനൊന്ന് വെറുതെ ഇതിന്റെ റിവ്യൂസ് എല്ലാം നോക്കിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് അടിപൊളിയാണ്. ഇത് ടീ ട്രീ ഫേസ് വാഷ് ആണ് വിത്ത് ടീ ട്രീ ആൻഡ് നീമ. ഇത് അടിപൊളി സാധനമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ഇത് ഞാൻ വാങ്ങിയതല്ല, ഇത് കിട്ടിയതുകൊണ്ടാണ് ഞാൻ അപ്പൊ അതന്നെ കഴിഞ്ഞിട്ട് വാങ്ങാൻ വിചാരിച്ചതാണ്. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫേസ് വാഷ്. അപ്പൊ ഇത് ബീട്രൂട്ട് ജെന്റിൽ ഫേസ് വാഷ് ആണ് വിത്ത് ബീട്രൂട്ട് ആൻഡ് ഹൈലറോണിക് ആസിഡ് ഫോർ ഹൈഡ്രേറ്റഡ് പിങ്ക് ഗ്ലോ. ഒരു പിങ്ക് ഗ്ലോ തരുന്നതാണ് പറയുന്നത്. ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞാൽ മെയ്ഡ് സേഫ്, സ്യൂട്ട്സ് ഓൾ സ്കിൻ ടൈപ്പ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ഇതൊരു 20 ml ഉള്ളൂ. ജസ്റ്റ് ഒരു കുറച്ചൊരു 1 week ഒക്കെ യൂസ് ചെയ്യാനുണ്ട് തോന്നുന്നു. ഇതിന്റെ വെച്ചിട്ടില്ല. അടിപൊളി സ്മെല്ലാട്ടോ, നല്ല അടിപൊളിയുണ്ട്. ഇതിനൊരു ജസ്റ്റ് എന്താ പറയണ്ടേ, എന്താ പിങ്ക്, ബീട്രൂട്ടിന്റെ പിങ്ക് ഷെയ്ഡാണ്. ഞാൻ എടുക്കുന്നില്ല, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാനിത് യൂസ് ചെയ്തിട്ട് എന്തായാലും ഇതിന്റെ റിവ്യൂ കൂടി പറയുന്നതാണ്. ഒരു പിങ്ക് കളറാണ് ബീട്രൂട്ടിന്റെ. അപ്പോൾ ഇത് നല്ല സ്മെല്ലാട്ടോ, എനിക്ക് ഭയങ്കര, എനിക്ക് ആ സ്മെല്ലിനേക്കാൾ ഇഷ്ടപ്പെട്ടു. മാമാഎർത്തിന്റെ ടീ ട്രീ ഫേസ് വാഷിനേക്കാൾ നല്ല അടിപൊളി സ്മെല്ലാണ്. അതത്ര കുഴപ്പമില്ല, എന്നാലും ഇത് നോക്കുമ്പോൾ ഇതാണ് ബെറ്റർ തോന്നുന്നു. ഉപയോഗിച്ചിട്ട് തന്നെ അറിയില്ല, എങ്ങനെയാന്ന് നോക്കാം. ഞാൻ 1 week എന്തായാലും നോക്കിയിട്ട് ഇതിന്റെ റിവ്യൂ പറയാട്ടോ. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇത് നോക്കിക്കോ. അപ്പോൾ ഓക്കെ, ഇത് രണ്ടും കഴിഞ്ഞു. ഇനി നമുക്ക് വലിയൊരു സാധനമുണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ അത് ഞാനത് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ഇത് അതിന്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോ പറ്റില്ല. ഓക്കെ, ഇത് ഇത്രയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഇതിടാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം റിവ്യൂസ്, ഞാനിപ്പോ ഇതിന്റെ ഷെൽഫിന്റെ റിവ്യൂ ഞാനിപ്പോ പറഞ്ഞു. ഷെൽഫ് അടിപൊളിയാണ്, അത് കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി, ആ PVC പൈപ്പൊക്കെ നല്ല അടിപൊളി സ്ട്രോങ് പൈപ്പാട്ടോ, നല്ലുണ്ട്. അത്യാവശ്യം റേറ്റ്, അതിന് ഞാൻ എത്ര റേറ്റ് കൊടുത്തേ, ഒരു 670 700 എങ്ങാനും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ബിലോ 1000 ആണ്. അപ്പോൾ അതിനെ വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മളെ ഷെൽഫ് അടിപൊളി ഷെൽഫ് തന്നെയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ കിഡ്സിന് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കിഡ്സിന് തന്നെ വേണ്ട, നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ഹാളിൽ വെക്കാനാണെങ്കിലും എന്താ പറയാ, അതായത് ചെറിയ എന്തെങ്കിലും ക്ലോത്ത്സ്, തുണി അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈ ഷെൽഫിൽ നമുക്ക് വെക്കാം. നല്ല സ്യൂട്ടബിൾ തന്നെയാണ്. ഹാളിലായാലും നമ്മളെ റൂമിലായാലും നമുക്ക് വെക്കാം. അഫോർഡബിൾ റേറ്റിനാണ്, നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്. അപ്പോൾ കിഡ്സ് ഉള്ളവർക്കാണെങ്കിൽ കിഡ്സിനാണെങ്കിൽ നിങ്ങൾക്കത് മസ്റ്റ് ആയിട്ട് തന്നെ വാങ്ങാം. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 3 പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്താ പറയാ,
അപ്പൊ ആവശ്യമുള്ളവർ മസ്റ്റ് ആയിട്ടും തന്നെ വാങ്ങിച്ചോളൂ. അപ്പൊ ബാക്കിയുള്ളതിന്റെ റിവ്യൂസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒരു 1 മന്തിനുള്ളിൽ ഞാനത് പറയും. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പൊ ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.